നമസ്കാരം. ഇന്നിതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കൽ. നോക്കാം വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊടും ചൂടിൽ ജനം വലയുകയാണ്. പാലക്കാട് ജനിച്ച് വളർന്നവർക്ക് ഇവിടെ താങ്ങും, വെളിയിൽ നിന്ന് വരില്ലേ, അവർക്കാണ് താങ്ങാൻ പറ്റാത്തത്. 40,000 43,000 ഞങ്ങൾ താങ്ങുന്നുണ്ട്. ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ പോകണ്ട്, 10 പോകണ്ട്. പാലക്കാടൊക്കെ 10 പോകണ്ട്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കനത്ത ചൂടായതിനാൽ അങ്കണവാടികളിൽ കുട്ടികളെ അയക്കണോ എന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. അംഗൻവാടികൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഓർഡറിൽ. കാരണം അംഗൻവാടികൾ എപ്പോഴും നമ്മൾ കുട്ടികളെ വിടുക എന്നുള്ളത് മാതാപിതാക്കളുടെയും കൂടെ ഒരു ചോയ്സ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 24 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 106.035 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5600 മെഗാവാട്ടായി. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ചൂട് കഠിനമാകുന്നു. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. 6 ജില്ലകളിൽ വേനൽ മഴയ്ക്കും സാധ്യത. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനേഷ്, വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എവിടെയൊക്കെയാണ് അതീവ ചൂട് രേഖപ്പെടുത്തുന്നത്, എവിടെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്? വിവരങ്ങൾ. അമൃത, പാലക്കാട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. കാരണം 40 ഡിഗ്രിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ സമയത്ത്, അതായത് 2023-ലും 24-ലും എല്ലാം തന്നെ പാലക്കാട് ചില പ്രദേശങ്ങളിൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ വ്യതിയാനമുണ്ടായതാണ്. നമുക്കറിയാം, ഇത്തവണ തൃത്താല ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടതായി പാലക്കാട് നിന്നുള്ളൊരു വിവരം. ഒപ്പം തന്നെ കഴിഞ്ഞ തവണയെല്ലാം തന്നെ ആലത്തൂർ ഭാഗങ്ങളിലും, ആലത്തൂരും അതുപോലെ തന്നെ വടക്കഞ്ചേരി ഭാഗങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിരുന്നത്. ഇത്തവണ മറ്റൊരു സ്ഥലത്തേക്കാണ് ചൂട് കൂടിയിട്ടുള്ളത് എന്നുള്ളത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരും അതുപോലെ തന്നെ തൃശ്ശൂരും എറണാകുളവും എല്ലാം തന്നെ വലിയ തോതിൽ തന്നെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. മലബാറിലെ ജില്ലകളിലാണെങ്കിലും വയനാട് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ കടുത്ത ഉഷ്ണം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. കാരണം അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും സൂര്യാഘാതത്തിനുള്ള സാധ്യതയും ഒപ്പം തന്നെ സൂര്യാതപം ഉണ്ടാവാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ കർശന നിർദ്ദേശം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പകൽ സമയങ്ങളിൽ രാവിലെ 10-നും 3-നും ഇടയിൽ പരമാവധി പുറം ജോലികളിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈ പുറം ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് തൊഴിലാളികൾ ഉൾപ്പെടെ ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി എന്തായാലും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വൈദ്യുതി ഉപഭോഗത്തിലും നേരിയ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളത് ആശ്വാസമാണ്. ഒപ്പം തന്നെ 6 ജില്ലകളിൽ ശക്തമായ മഴ, 22-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത കൂടി. വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും പലയിടത്തും ചൂട് അതികഠിനമാണ്. വിവരങ്ങളാണ് വിനേഷ് കുമാർ പങ്കുവച്ചത്. ശക്തമായ കാറ്റിൽ കോതമംഗലം കുട്ടമ്പുഴയിൽ വീടുകളുടെ മേൽക്കൂര തകർന്നു. കുട്ടമ്പുഴ 100 ഏക്കർ ഭാഗത്താണ് സംഭവം ഉണ്ടായത്. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാൽ, പലയിടത്തും വേനൽ മഴ ലഭിക്കുന്നുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും വേനൽ മഴയ്ക്കൊപ്പമുള്ള കാറ്റാണ് പലയിടങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ശക്തമായ കാറ്റാണ് വീശിയടിച്ചത്. ഇന്നലെ മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ വീണും കേടുപാടുകൾ സംഭവിച്ചെങ്കിൽ ഇന്ന് ശക്തമായ കാറ്റിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കൃഷിക്ക് നാശനഷ്ടം ഉണ്ടായതിനു പുറമെയാണ് കോതമംഗലത്തിന് സമീപമുള്ള കുട്ടമ്പുഴയിൽ വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടായത്. അത് കാറ്റ് എടുത്തു പോകുന്ന അവസ്ഥയുണ്ടായത്. കുട്ടമ്പുഴ സ്വാഭാവികമായിട്ടൊരു പിന്നോക്ക മേഖലയാണ്. അവിടെ ഓടിട്ട വീടുകളായിരുന്നു കൂടുതൽ. അവിടെ ആ ഭാഗത്തുള്ള 2 വീടുകളുടെ, ബിന്ദുവിന്റെയും സിജിന്റെയും വീടുകളുടെ മേൽക്കൂരയ്ക്കാണ് കാര്യമായ കേടുപാടുകൾ പറ്റിയിരിക്കുന്നത്. ഇന്നത്തെ ബിന്ദുവിന്റെ വീടിന്റെ മേൽക്കൂര ഏകദേശം പൂർണ്ണമായും തകർന്നു പോയ നിലയിൽ തന്നെയാണ്. സിജിന്റെയും 3/4 ഭാഗത്തോളം തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. ഇരുവരും ഈ കാറ്റിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാറ്റിനെ കണ്ട് ഭയന്ന് അവിടെ ഉണ്ടാകുന്ന കേടുപാടുകളും മരങ്ങളുടെ ഉലച്ചിലും കണ്ട് അവിടെ നിന്ന് ഓടി മാറിയത് കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷേ അവർ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും വീടുകളിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. വീട് ഭാഗികമായി തകർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ശക്തമായ കാറ്റ് കിഴക്കൻ മേഖലയിൽ ഇന്നലെയും ഇന്നും ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അമൃത.
ശരി, ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കൊടകരയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനൂഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അനൂഷ് കണ്ണു തുറന്നതായി മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നു. അനൂഷിന്റെ സഹോദരൻ 8 വയസ്സുകാരൻ ആൽജോ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. ആൽജോയുടെ വീടിന് സമീപം വീണ്ടും പാമ്പിനെ കണ്ടെത്തി. പാമ്പുകടിയേറ്റ് അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അനൂഷ് ഇന്ന് ഉച്ചയോടെയാണ് കണ്ണു തുറന്നത്. അനൂഷിന് ഇന്നലെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിരുന്നു. കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാകില്ല എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. അതേസമയം അൽജോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നത് തന്നെയാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇന്നു രാവിലെയാണ് മൃതദേഹം കോടാലിയിലെ വീട്ടിലെത്തിച്ചത്. ഈ സമയത്താണ് വീടിനു സമീപത്ത് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയായിരുന്നു വീണ്ടും കണ്ടത്. നാട്ടുകാർ ചേർന്ന് പാമ്പിനെ തല്ലിക്കൊന്നു. അൽജോയുടെ മൃതദേഹം 3 മണിയോടെ സമീപത്തെ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. 24 തൃശൂർ. 24 പ്രാദേശിക റിപ്പോർട്ടർക്കെതിരായ വധഭീഷണിയിൽ കേസെടുക്കാതെ താമരശ്ശേരി പോലീസ്. പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് താമരശ്ശേരി സിഐയുടെ വിശദീകരണം. ലഹരി മാഫിയയ്ക്കെതിരെ വാർത്ത നൽകിയതിനാണ് 24 താമരശ്ശേരി പ്രാദേശിക റിപ്പോർട്ടർ മജീദ് താമരശ്ശേരിയെ ഭീഷണിപ്പെടുത്തിയത്. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീഷ, എന്തുകൊണ്ടാണ് താമരശ്ശേരി പോലീസ് കേസെടുക്കാത്തത്? എന്താണ് അവർ നൽകുന്ന വിശദീകരണം? അമൃത, ഈ 24ന്റെ പ്രാദേശിക റിപ്പോർട്ടറായ മജീദ് താമരശ്ശേരിക്ക് നേരെയാണ് ഈ ആക്രമണ കേസിനെ പ്രതി പരസ്യമായി വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച താമരശ്ശേരി ചുങ്കത്ത് ഒരു വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും മകളെയും 14 വയസ്സുകാരനായ പേരക്കുട്ടിയെ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ മുൻവൈരാഗ്യമാണ് ഈ മജീദ് താമരശ്ശേരിക്ക് ഭീഷണി ലഭിച്ചിരിക്കുന്നത്. ഈ മജീദ് കഴിഞ്ഞ ദിവസം പോലീസിന് പരാതി നൽകിയിരുന്നു. എങ്കിലും ഈ താമരശ്ശേരി പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇത്രയും ദിവസമായിട്ടും ഉണ്ടായിട്ടില്ല. ഈ സംഭവ സമയം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സ്ഥലത്തില്ലാത്ത എന്നൊരു രീതിയാണ് SI സ്വീകരിച്ചിരുന്നത്. പിന്നീട് വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ എത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകി SI വിടുകയായിരുന്നു. ഈ വധഭീഷണി പോലുള്ള ഒരു ഗുരുതരമായ പരാതി ലഭിച്ചിട്ടും 28 മണിക്കൂർ കഴിഞ്ഞിട്ടും തുടർ നടപടി സ്വീകരിക്കാത്തത് വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ പ്രതികൾ പരസ്യമായി ഇങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണി മുഴക്കുമ്പോഴും പോലീസ് ഒരു നിസ്സംഗത പുലർത്തുന്ന മാധ്യമപ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുകയാണ്. അമൃത. ശരി, അനീഷ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചടി. ജഡ്ജിയെ മാറ്റണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജികൾ തള്ളി. കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിച്ച ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അർജുൻ, ജഡ്ജിയെ മാറ്റണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജികൾ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. എന്താണ് കോടതിയുടെ നിരീക്ഷണം? അമൃത, ഹർജികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെന്നുള്ളൊരു നിരീക്ഷണമാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. സംശയങ്ങളും ആരോപണങ്ങളുമാണ് ഉന്നയിക്കപ്പെട്ടത് എന്ന് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ ഈ വിധി പ്രസ്താവം നടത്തുമ്പോൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെ കോടതിയുടെ ജുഡീഷ്യൽ കഴിവ് വിലയിരുത്താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി ജസ്റ്റിസ് പറഞ്ഞു. മാത്രമല്ല, ഈ ജഡ്ജിയുടെ മക്കൾ കേന്ദ്ര സർക്കാർ പാനലിലെ കൗൺസിലർമാരാണ്. അതുകൊണ്ട് ജസ്റ്റിസ് പക്ഷപാതം കാണിക്കുന്നു എന്നുള്ളൊരു ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയിരുന്നു. അതും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ മക്കൾ കേന്ദ്ര സർക്കാരിന്റെ ജുഡീഷ്യൽ പാനലിൽ ഉള്ളത് കൊണ്ട് ജസ്റ്റിസ് ഇത്തരത്തിൽ പക്ഷപാതം അനുവദിക്കുമെന്ന ആരോപണങ്ങൾ, അത്തരം വാദങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ പിന്മാറുകയാണെങ്കിൽ ഈ സ്വർണകാന്ത് ശർമ്മ കേസ് പരിഗണിക്കുന്നതിലും പിന്മാറുകയാണെങ്കിൽ അത് ജുഡീഷ്യൽ അന്തസ്സത്തെ ബാധിക്കും എന്നുള്ള നിരീക്ഷണം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ RSSന്റെ അഭിഭാഷക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. അതും നിയമപരമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ അധികാരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത രാഷ്ട്രീയ പക്ഷപാതമായി ചിത്രീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അമൃത. ശരി അർജുൻ. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് വീണ്ടും തിരിച്ചടി. ജാമ്യം നിഷേധിച്ച ഉത്തരവിനെതിരായ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. ജനുവരി 5 ഉത്തരവ് പുനഃപരിശോധിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് കോടതി. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴ്നാടും പശ്ചിമബംഗാളും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ DMK മുന്നണിയിൽ കല്ലുകടി. കുളച്ചിലെ യോഗത്തിൽ ഷോൾ അണിയിക്കാനെത്തിയ DMK മന്ത്രി മനോ തങ്കരാജിനെ രാഹുൽ ഗാന്ധി തടഞ്ഞത് വിവാദമായി. MK സ്റ്റാലിനുമായി രാഹുൽ ഗാന്ധി വേദി പങ്കിടാത്തതും ചർച്ചയാവുകയാണ്. TVK അധ്യക്ഷൻ വിജയുടെ വില്ലിവാക്കത്തെ റോഡ് ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും 2 പേർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ചെന്നൈയിൽ റോഡ് ഷോ നടത്തി.
പൊന്നേരിയിലെ റാലിക്ക് ശേഷം 3 മണിക്ക് തീരുമാനിച്ച വില്ലിവാക്കത്തെ പര്യടനത്തിന് വിജയ് എത്തിയത് 4 മണിക്ക് ശേഷം. ഉച്ച മുതൽ ബാരിക്കേഡിനുള്ളിൽ കാത്തുനിന്നവർ വിജയ് എത്തിയതോടെ തള്ളിക്കയറി. ഇതിനിടെയാണ് 2 യുവതികൾ ബോധരഹിതരായത്. 2 പേരും പ്രാഥമിക ചികിത്സ തേടി. കന്യാകുമാരി കൊളച്ചിലിലെ വേദിയിലാണ് കോൺഗ്രസ് DMK തർക്കം മറനീക്കി പുറത്തുവന്നത്. DMK മന്ത്രി മനോ തങ്കരാജ് ഷോൾ അണിയിക്കാനെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി നിരസിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി രാഹുൽ ഗാന്ധി വേദി പങ്കിടാത്തത് നേരത്തെ ചർച്ചയായിരുന്നു. TVKയുമായി മുന്നണി ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ നേരത്തെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആറരയോടെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സംയുക്തമായി ചെന്നൈയിൽ റോഡ് ഷോ നടത്തിയത്. എഗ്മോറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കൊളത്തൂരിൽ സമാപിച്ചു. രാവിലെ 9:30 ഷോളിംഗനല്ലൂരിൽ നിന്നാണ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പര്യടനം തുടങ്ങിയത്. വൈകിട്ട് ചെപ്പോക്കിലും അമ്പത്തൂരിലും ഉദയനിധി പ്രചാരണം നടത്തി. 24 ചെന്നൈ. തമിഴ്നാട് PCC അധ്യക്ഷൻ സെൽവ പെരുന്തകയുടെ വസതിയിൽ ആദായ നികുതി റെയ്ഡ് നടത്തി. ഇന്ന് രാവിലെയായിരുന്നു പരിശോധന. ഹിന്ദി സംസാരിക്കുന്ന ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയെന്നും ഭയപ്പെടുത്താനുള്ള BJP നീക്കമെന്നും സെൽവ പെരുന്തകൈ പറഞ്ഞു. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്നെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചുവെന്നും പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്നും സെൽവ പെരുന്തകൈ കുറ്റപ്പെടുത്തി. തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ്ക്ക് കുരുക്ക്. സ്വത്ത് വിവരങ്ങൾ സമർപ്പിച്ചതിൽ പൊരുത്തക്കേടെന്ന് മദ്രാസ് ഹൈക്കോടതി. 100 കോടി രൂപയുടെ സ്വത്ത് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആദായ നികുതി വകുപ്പ് എന്നിവരോട് ഒരാഴ്ചക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. ഈ മാസം 29-നാണ് ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ്. സ്ത്രീ വോട്ടർമാരുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ യുവാക്കൾക്കായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതി. ഇത്തവണയും ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നു മമതാ ബാനർജി. പ്രാദേശിക വികാരം ഉണർത്തിയും കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചും ശക്തമായ പ്രചാരണത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. നരേന്ദ്രമോദി മുതലുള്ള ദേശീയ നേതാക്കൾ ഇത്തവണയും BJPക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു. പക്ഷേ നേരിട്ട് മമതാ ബാനർജിയുടെ പേരെടുത്ത് കടന്നാക്രമിക്കാൻ മോദി പൊതുവെ ശ്രമിച്ചില്ല. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. SIR നടപ്പാക്കിയതിനൊപ്പം ബംഗ്ലാദേശി കുടിയേറ്റവും പരമാവധി ചർച്ചയാക്കി. കൊൽക്കത്തയിലെ അലിമുദ്ദീൻ സ്ട്രീറ്റിലെ മുസാഫർ അഹമ്മദ് ഭവൻ CPIMന്റെ ബംഗാളിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും അതിന്റെ ഓളമൊന്നും പാർട്ടി ഓഫീസിന് മുന്നിൽ കാണാനേയില്ല. തെരുവിലെങ്ങുമുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ പതാകകൾ. 34 വർഷം ഭരിച്ച പാർട്ടി ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ അപ്രസക്തരായി നിൽക്കുകയാണ്. തലയെടുപ്പുണ്ടായിരുന്ന പഴയ നേതാക്കൾ ഓരോരുത്തരായി വിടവാങ്ങിയത് പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. വാശിയേറിയ ഒരു പ്രചാരണ കാലത്തിനാണ് പശ്ചിമബംഗാൾ സാക്ഷിയായത്. അതിനൊത്ത നിലയിൽ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വാർത്താമഴ തുടരുന്നു. കണ്ണൂർ ചൊക്ലിയിൽ കാർ പുഴയിലേക്ക് വീണു. ഡ്രൈവറെയും കൂടെയുണ്ടായിരുന്ന ആളെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. തൃശൂർ പൂര വിശേഷങ്ങളിലേക്കാണ്. പൂരം, പൊടിപൂരം. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം കൊടിയേറി. തിരുവമ്പാടിയും പാറമേക്കാവും ഉൾപ്പെടെ ഘടകക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് ചടങ്ങ് നടന്നു. കൊടിക്കൂറകൾ ആകാശത്തുയർത്തതോടെ തൃശൂരിൽ നാടും നഗരവും പൂരാവേശത്തിലാണ്. ഈ മാസം 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്. ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ രാവിലെ 8:15-ഓടെയാണ് തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള കൊടിയുയർന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവർ ആദ്യ കൊടിക്കൂറ ഉയർത്താനായി ലാലൂരിലെത്തിയിരുന്നു. തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വിവിധ തലങ്ങളിൽ
നടന്നു വരികയാണ്. 2024 അവിചാരിതമായി ഉണ്ടായിട്ടുള്ള ചില അപശകുനങ്ങൾ അതെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ടാണ് 2025 പൂരപ്രേമികൾക്ക് 2 പതിറ്റാണ്ടിന് ശേഷം ഏറ്റവും അടുത്ത് നിന്ന് വെടിക്കെട്ട് ഉൾപ്പെടെ ആസ്വദിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ദേവസ്വം ബോർഡ്. ശേഷം 11 മണിയോടെ തിരുവമ്പാടിയിൽ ചടങ്ങുകൾ തുടങ്ങി. 11:30 ആർപ്പുവിളികളുടെ അകമ്പടിയിൽ കൊടിയേറ്റം. പതിനൊന്നരയ്ക്ക് തന്നെയായിരുന്നു പാറമേക്കാവിന്റെയും കൊടിയേറ്റം. വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഗജവീരന്മാരുടെ അകമ്പടിയോടെ പാറമേക്കാവിലെ തിരുമുറ്റത്ത് മേളപ്പെരുക്കം. രാത്രി 7 മണിക്ക് നെയ്തലക്കാവിലമ്മയ്ക്ക് കൊടികയറുന്നതോടെ പൂരത്തിന്റെ കൊടിയേറ്റ് ചടങ്ങുകൾ സമാപിക്കും. കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ തൃശൂർ പൂരാവേശത്തിലാവും. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.